നമ്മുടെ 80s-ഉം 90s-ഉം ഭരിച്ച ഒരു ആക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാവ്യമാധവൻ പേഴ്സണൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായെന്ന് എനിക്കറിയാം. ഇന്നത്തെ എൻ്റെ അടുത്ത് രണ്ടുപേരും ഇപ്പുണ്ട്. ഇത് എൽബ ട്രീസ ജയേഷ്, ഇത് എൻ്റെ കൂടെ പഠിക്കുന്നതാണ്, ഇത് എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അച്ചായത്തേട്ടോ, ഇത് ജെനി ആൻഡ് സൂസൻ. അപ്പോൾ സൂസൻ അല്ലാതെ ഷാജി, ഓക്കെ ജെനിന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ജെനി ആൻഡ് ഷാജി. ഓക്കെ, അപ്പം ഇത് അച്ചായത്തിക്കാരിയാട്ടോ, ഇത് നമ്മുടെ കണ്ണൂരുകാരിയാട്ടോ. ആരൊക്കെ കണ്ണൂരിലെ അച്ചായത്തിയുടെ നാട്ടിലെന്ന് വെച്ചാൽ കോട്ടയത്തുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? നോ ഐഡിയ? നോ ഐഡിയ? നോ ഐഡിയ. ഓക്കെ, ഇന്നത്തെ ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെസ് ദ സെലിബ്രിറ്റി ചൈൽഡ്ഹുഡ് പിക്ചർ ആട്ടോ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ റെഡി അല്ലേ നിങ്ങൾ? നേരത്തെ ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. ആ, അപ്പം ഇവർ ഫസ്റ്റ് ടൈമാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോട്ടോ ഇട്ട് കിടക്കാം. അതിനകത്ത് നോക്കി റിയാക്ഷൻ പറഞ്ഞാൽ മതി. ഫസ്റ്റത്തെ ഫോട്ടോ കേട്ടോ, ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഫോട്ടോ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഫോട്ടോ ഇതാണ്. ആദ്യം ഫസ്റ്റ് എൽബ ആയിട്ട് തുടങ്ങാം. അയ്യോ, ഇത് ക്ലൂ തരാം ഞാൻ. മലയാള ആക്ട്രസ് ആണ്. ഒരു പിടുത്തമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പെങ്കൊച്ചാണ്. ആ ഷേപ്പും ആ മുഖമൊക്കെ കണ്ടിട്ട് ആരാന്ന് തോന്നുന്നേ? ഒരു ഏത് സിനിമ ഇപ്പൊ പറയാ, നമുക്ക് അറിയാവുന്ന ആള് തന്നെയാ. പി വെച്ച് തുടങ്ങും, എ വെച്ച് അവസാനിക്കും. അല്ല, ഇപ്പൊ രണ്ടുപേർക്ക് അറിയത്തില്ലേ? ഇല്ല, അറിയില്ല. ഒരു യങ് ആക്ട്രസ് ആണ് പുള്ളിക്കാരി. ചേടാ, എനിക്ക് അറിയത്തില്ല സത്യമായിട്ട്. എനിക്കൊരു ഗൈസ്, അപ്പൊ നമുക്ക് ആളെ കണ്ടാലോ? എന്തിയാണ്? പ്രിയ വാര്യത്താണ്. ഇവളോ? അതൊരു കണ്ണൊരേപോലെ അല്ലേ? കണ്ണ് മാത്രം എനിക്ക് തിരിയുന്നില്ല. എനിക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോ തിരിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രിയ ആയിരുന്നു ആദ്യത്തെ കേട്ടോ. നമുക്ക് രണ്ടാമത്തേട്ട് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ആദ്യം. ഓക്കെ ഓക്കെ, ഇത് എൽബ. ഇത് മറ്റേത് ഏതാണ് മുത്തേ? അമ്മേ എടി, ഇത് തമിഴ് ആക്ട്രസ് ആട്ടോ. അത്ര ഞാൻ പറയാം, അത്ര ക്ലൂ തരത്തുള്ളൂ. എടി സായ് പല്ലവി ആണോ? ആ, കറക്റ്റ്. സായ് പല്ലവി ആട്ടോ. ഒരു മാർക്ക് അപ്പൊ എൽബ സ്കോർ ചെയ്തു കേട്ടോ. മെയിൽ ആക്ടർ ആട്ടോ അടുത്തത്. ഇത് നമ്മുടെ മലയാള സിനിമയില് പാട്ടിലും അഭിനയത്തിലും ഡയറക്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എല്ലാത്തിലും മികവ് കാണിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. മലയാള സിനിമയുടെ ഒരു ആക്ടറാണ്. പുള്ളിക്കാരൻ്റെ അച്ഛനും ആക്ടറാണ്. ഇത്ര പറയത്തുള്ളൂ. വിനീത് ശ്രീനിവാസനാണ്. കറക്റ്റ് ആൻസർ. വൺ ആൻഡ് ഓൺലി മലയാള സിനിമയിലെ തിളങ്ങി നിന്ന ഒരു കാലത്ത് ഇതായിരുന്നു. പേര് അവളാണോന്നറിയത്തില്ല, പേര് പക്ഷെ കിട്ടുന്നില്ല. ജസ്റ്റ് പറഞ്ഞു നോക്ക്. എന്തുവായിരുന്നു? ഐഡിയിലൊക്കെ ഉണ്ടായിരുന്നോ? അല്ല അല്ല. അല്ലേ? എടി ഇത് മറ്റേ എനിക്ക് അറിയത്തില്ല, അവളുടെ പേരെന്തായിരുന്നു? ആ, ഒരു അഡാർ ലവിനകത്തെ അവളാണോ? അല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആ ചബ്ബിയൊക്കെ നോക്ക്. നോ, എന്തേലും വേറെ എന്തെങ്കിലും ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹസ്ബൻഡും ഈ ആക്ട്രസിൻ്റെ ഹസ്ബൻഡും ഫിലിം ഇൻഡസ്ട്രി തന്നെ ഉള്ളതാണ്. ഈ നമ്മുടെയൊക്കെ ഒരു 8th 9th ഭയങ്കര ഇതായിട്ട് നമ്മൾ എന്താ ഞാൻ പറയാം, നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേമസ് പടം, നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച ഏറ്റവും ഫേമസ് പടം അല്ല, നമുക്ക് അറിയാവുന്ന തുമ്പത്തുണ്ട്. ചൂടുണ്ട്.
ഉണ്ടെന്നോ ബോളിയുടെ കൂടെ അഭിനയിച്ചത് നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച ആദ്യ സിനിമ ഏതാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നിവിൻ പോളിയുടെ കൂടെ ഭയങ്കര ആണോ? നെക്സ്റ്റ് ഒരു തമിഴ് ആക്ട്രസ് ആണ്. വിജയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. പിന്നെ എന്താ പറയാ, വിജയുടെ കൂടെ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വിജയുടെ കൂടെ അഭിനയിക്കുന്നതിൽ ഈ ആക്ട്രസ് ആണ്. പറയൂ. അല്ല, തൃശ്യ അല്ല. പിന്നെ ഒരു ക്ലൂ ഏതെങ്കിലും മൂവി ആയാലും മതി. അയ്യോ, ഞാൻ തരാം. എന്താ പറയാ, വിജയുടെ കൂടെ കുറേ, സൂര്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജ്യോതിക. നോ. സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തെങ്കിലും എ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പരമേശ്വരൻ. നോ നോ, തമിഴ് ആക്ട്രസ് ആണ്. തമിഴ് ആക്ട്രസ് ഐശ്വര്യ അല്ല. പിന്നെ ആരുടെ അറിയില്ല. അപ്പൊ തോറ്റു. പാസ്. ഓക്കെ. അസിനായിരുന്നു കേട്ടോ. അമ്മച്ചിയാണ് എനിക്ക് അറിയില്ല. നെക്സ്റ്റും ഒരു തമിഴ് ആക്ട്രസ് ആട്ടോ. ഇത് ഫേമസ്. ഇതിനറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഫേമസ്. കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറേ സിനിമയില്. ഈ ഇടയ്ക്ക് ഫേമസ് ആയ സിനിമയോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അല്ലാതെ എന്താ പറയാ, ഒന്ന് ആലോചിച്ച് വെക്ക്, കിട്ടും. തമിഴ് ആക്ട്രസിന്റെ പേരങ്ങ് പറങ്ങ്. തൃശ്ശയുടെ പേര് അറിയത്തുള്ളൂ. അതെ, തൃശ്ശൊക്കെ അറിയത്തുള്ളൂ. തൃശ്ശ, പൂജ. അല്ല, പിന്നെ ആരൊക്കെയാ? ഞാൻ ആണെങ്കിൽ വേറെ ഏതാ? ഏറ്റവും ഫേമസ് ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇല്ലായിരുന്നു, ഫസ്റ്റ് സെക്കൻഡിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാഹുബലിക്കകത്താണോ? തമന്നയാണോ? തമന്നയാട്ടോ ഗൈസ്, തമന്നയാണ്. തമന്നയായിരുന്നു. അങ്ങനൊന്നും കൊണ്ടുവരില്ല പോലും ഇല്ലടേ. ഓക്കെ, പ്രിയങ്കരി ആയിട്ടുള്ള അവളുടെ പേര് പേര് മാത്രം കിട്ടൂല. അനുപമ. അതന്നെ. ഓക്കെ, ഇപ്പൊ ഞാൻ ആർക്ക് മാർക്ക് കൊടുക്കണം? വിട്ടു കൊടുക്കും. നമ്മുടെ 80s-ഉം 90s-ഉം ഭരിച്ച ഒരു ആക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാവ്യം അതാണ് പേഴ്സണലി. മനസ്സിലാവും. സുന്ദരിക്കുട്ടി. അന്നും ആ കണ്ണ് ഒരേപോലെ ആയിരുന്നല്ലേ. ഇച്ചിരി കഷ്ടപ്പെടും, വെള്ളം കുടിക്കും നിങ്ങൾ. ഇതേതാ, തമിഴോ മലയാളിയോ? മലയാളം. സുന്ദരി അവളുടെ പേരെന്താടി? അയ്യോ, ഡാൻസറാണ്. ഡാൻസറാണ്. എസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പേരല്ലേ? എസ് അല്ലേ? പേര് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതൊക്കെ ആരെല്ലാം കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും തല്ലി കൊല്ലൂന്ന് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ട് എനിക്ക് പേരറിയില്ല. ആലോചിക്ക്, കിട്ടും. പണ്ടത്തെ ഒരു നിയമ. പണ്ടത്തെ ഒരു നിയമന്നറിയാം, പക്ഷെ പേരിട്ടുണ്ട്. മോഹൻലാലിന്റെ കൂടെയാണ്. ആളെ മനസ്സിലായി, പേര് കിട്ടണ്ടേ? പേര് കിട്ടുന്നില്ല. എസ് വെച്ച് തുടങ്ങും, എ വെച്ച് അവസാനിക്കും. 7 ലെറ്റർ ആണെന്ന് തോന്നണം കേട്ടോ. എങ്ങനെ മനസ്സിലാവും? പറഞ്ഞങ്ങനെ മനസ്സിലാവാനാ? SO വെച്ച് തുടങ്ങും, അത്ര പറയാം. ശോഭന. കറക്റ്റ് ആൻസർ. പറ. എടി, ഇത് മറ്റവൻ ജയറാമിന്റെ മോനല്ലേ ഇത്? ഇതോ? അല്ല, എടി അവന്റെ പേരെന്തായിരുന്നടി? നമ്മുടെ മലയാളത്തിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. കിട്ടില്ല.
മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? ആണോ? ആന്ന് തോന്നുന്നു. മലയാളത്തിലെ കേരള പാഠാവലിയിൽ പഠിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. കറക്റ്റാണ് പറഞ്ഞത്, പേര് മാത്രമാണ് ഒരു ഇത്. എന്നതാ ഇത് കർത്താവ്, ഒരു കാലില് കണ്ട എന്നെ എന്തായാലും തല്ലും. പേര് ഞാൻ അതന്നെ ആലോചിക്കുന്നു, എനിക്ക് പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങ് പറ കൊച്ചേ. എന്തായിരുന്നു പേര്? കാളിദാസൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആട്ടോ, മലയാള ആക്ടറാണ്. അല്ല, ഞാൻ ക്ലൂ തരാം. ഉണ്ണിമുകുന്ദൻ. കറക്റ്റ് ആൻസർ. എനിക്കൊന്നും അറിയില്ല. പക്ഷെ കണ്ട തോന്നൂലേ അല്ലേ? കുറച്ച് ചിരിയിലുണ്ടായിരുന്നു അതേ ഉണ്ണിമുകുന്ദൻ. അയ്യോ, ഉണ്ണിമുകുന്ദൻ ഒരു സിനിമ ഉണ്ടല്ലോ 1:30-ക്ക്, മറ്റേ മരവിൽ മനോരമയിൽ ഒരു സിനിമ ഉണ്ടല്ലോ, എന്തിനാണ് സൂര്യ, അതേതാ? തത്സമയം. ഇത് തമിഴ് ആക്ടറാണ്. അയ്യോ, ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. ഇപ്പൊ ഡയറക്ഷൻ ഏതൊരു മൂവി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ആ എന്റെ മനസ്സിലൊരു വ്യക്തിയുണ്ട്, പക്ഷെ വ്യക്തിയുടെ പേര് അങ്ങോട്ടേക്ക് അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. പക്ഷെ നമുക്ക് അറിയാവുന്ന ആളാ. ഏത് സിനിമ പറയിപ്പോ? പറക്ക അതിനകത്തവനാണ് ധനുഷ് കേട്ടോ. നമ്മുടെ മലയാളത്തിലെ പുത്രൻ, പക്ഷെ മലയാള പുത്രനല്ല, പക്ഷെ മലയാളത്തിട്ട് ദത്തെടുത്ത പുത്രൻ. അത്രയും ക്ലൂ, ഇത് മതി ക്ലൂ. മലയാളത്തിലോട്ട് ദത്തെടുത്ത പുത്രനോ? ഡാൻസറാണ്. ഡാൻസറാണ് ആള്. കൊറേ ഡബ്ഡ് മൂവീസ് ഉണ്ട്, ഞാനും ഇഷ്ടം പോലെയാണ്. ഓ കറക്റ്റ്. കണ്ടോ? പക്ഷെ എന്താ നമ്മുടെ ക്ലാസ്സിൽ കിറുബേനെ പോലെയോ ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അറിയാവുന്ന. ഞാൻ ഇനി പ്രത്യേകിച്ച് കണ്ണികള് മാത്രം കാണിച്ച് എങ്ങനെ തിരിയാനാണ്? ഇതില് പറയൂ മറ്റേ ആ ചിരി മുഖം വെച്ച് പറയും. എനിക്ക് പക്ഷെ പേരൊന്നും ഓർമ്മയില്ല പുള്ളിയുടെ. ആ നോട്ട ആണോ? അല്ല, മലയാളാണോ? മലയാളാണെങ്കിൽ ദുൽഖറാണോ? കറക്റ്റ് ആൻസർ. ദുൽഖർ സൽമാനാണ്. ഇത് ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു തമിഴ് ആക്ട്രസ് ആണ്. നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഈ ഇടയ്ക്ക് ഡൈവോഴ്സ് ആയി, അങ്ങനെ കുറേ ന്യൂസസ് ഒക്കെ ഞാൻ. കറക്റ്റ്, സമന്ത കേട്ടോ. സമന്തയാണ്. ഇതും ഒരു മലയാള ആക്ട്രസ് ആണ്. പിണങ്ങി നിൽക്കണത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാരും പിണങ്ങാറില്ല, ഇതെങ്ങനെ മനസ്സിലാവാനാ? ആ മോഹൻ കണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ഫേസ് കട്ട് ഉണ്ട്. ആ പറയൂ. ദിലീപിന്റെ ഒക്കെ കൂടെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഭാവനല്ലോ? കറക്റ്റ് ആൻസർ ഭാവനയാട്ടോ. ഭാവനയാണ്. ആ ചെറിയൊരു ഫേസ് കട്ട് ഉണ്ട്. നെക്സ്റ്റും ഒരു തമിഴ് ആക്ട്രസ് ആണ്. പറഞ്ഞത് പേരിട്ടുണ്ട്. അവളുടെ പേര് ഇപ്പൊ റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ചതാണ്. അയ്യോ, പേരെന്തുവായിരുന്നടി? എന്ത് സുരേഷോ? കീർത്തി സുരേഷ്. കറക്റ്റ് ആട്ടോ. ഓക്കെ. ആലിയഭട്ട് വല്ലതും ആണോ? അല്ല, മലയാളത്തിലൊരു ആക്ട്രസ് ആണ്. പണ്ടത്തെ ഒരു 90s ഒക്കെയാണോ? പിന്നെ എനിക്കറിയത്തില്ല. രസികനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. രസികനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സമൃദ്ധയോ അങ്ങനെ വല്ലാടോ?
എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്ക് തിരിയുന്നില്ല. അറിയില്ല, എന്നാ പിന്നെ അറിയില്ല. എനിക്കും ഗൈസ് പേരറിയത്തില്ല. പേരറിയത്തില്ല. നിങ്ങൾ കണ്ടോ? സമൃദ്ധ സുനിലിനും കണ്ടാണോ? ഇവക്ക് പേരറിയത്തില്ല, പക്ഷെ അവക്ക് പേരറിയാം. നെക്സ്റ്റ് ഇത് പണ്ടത്തെ അമ്മമാരൊക്കെ കണ്ണൊക്കെ എനിക്ക് വലിയ വലിയ പിരുകൊക്കെ എഴുതിയിട്ടാ എനിക്ക് കഴിച്ച് ഇങ്ങനെ പിള്ളേച്ചന്റെ പിരുകൊക്കെ ആയത്. ഒരു മലയാള ആക്ട്രസ് ആണ്. പിന്നെ എന്തുവാ, പിന്നെ കാണുമായിരിക്കട്ടെ. ഇല്ല പ്രായമൊന്നുമില്ല, അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു ഒരു 38 തോന്നുന്നു. അയ്യോ ഇത് ആ ഒരു ആക്ട്രസ് കാണുവാണെങ്കിൽ കാണത്തില്ല, എന്നാലും ഭാവിയിൽ ഒരു ഫേമസ് ആയി കണ്ടാലും 38 എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ തടഞ്ഞ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കാണാം നിങ്ങൾക്ക്. ഇതാരാണ്? ഏത് മൂവിക്കകത്ത് ദുൽഖറിന്റെ ഒരു മൂവിക്കകത്ത് പുള്ളിക്കാരി ഭയങ്കര ബോൾഡാണ്, ഭയങ്കര പി വെച്ചാ തുടങ്ങുന്നത്. ഫസ്റ്റ് ലെറ്റർ പി. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊയ്തീന്റെ കാഞ്ചനമാല കേട്ടോ ഗൈസ്, കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. മോഹൻലാലല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ആണോ? ആണോ? ഇതൊരു തമിഴ് ആക്ടറാണ്. വിക്രമാണോ? അല്ല, ഞാനാകെ ഇതിന്റെ 2 സിനിമ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ആക്ടറിന്റെ 2 സിനിമ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒരു സിനിമയുടെ ക്ലൂ തരാം ഞാൻ. ഒരു പത്രപ്രവർത്തന ന്യൂസ് പേപ്പർ റിപ്പോർട്ടറൊക്കെ ആയിട്ടുള്ള ഒരു മൂവിയാണ്. തമിഴ് മൂവിയോ? കറക്റ്റ് ആൻസർ, ജീവി കേട്ടോ. ഇതിന്റെ ഈ ആക്ടറിന്റെ കണ്ണും ചിരിയും കണ്ടാൽ മനസ്സിലാക്കണം. അതാ പറഞ്ഞത്, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ പേരൊന്നല്ല, ഒറിജിനൽ ഫേസ് എന്തോ ഭർത്താവേ. എവിടെയോ എന്തോ ഒരു അറ്റാച്ച്മെന്റ് കിട്ടിയോ? എനിക്ക് കിട്ടി. ആക്ടർ അല്ല, തമിഴ് ആക്ടർ. ഭയങ്കര ഫേമസ് ആന്ന് വെച്ചാ തമിഴ്നാട് ഇളകി വരും. വിജയ് അല്ല, സൂര്യ അല്ല, മറ്റേ അജിത്ത് അല്ല, മറ്റേ എട്ടക്കകത്തവനല്ലേ? എടി ഞാൻ പേര് പറഞ്ഞു. ഓക്കെ ടിക് ടിക് 1 മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുക. വെച്ച പേര് രജനീകാന്ത്. ശരിക്കും രജനീകാന്ത് ആയിരുന്നു കേട്ടോ. എനിക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പേര്. ഇനി ഒരു 2-3 കൂടെ ഉള്ളു നമുക്ക്. ഇത് കമലഹാസൻ. കറക്റ്റ് ആൻസർ. ഡൗട്ട് ഒന്നുമില്ല, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടോ. ആരാണ് ഈ സുന്ദരിമണി? മണി അല്ലേ? കറക്റ്റ് മനസ്സിലായല്ലേ? ഞാൻ തോറ്റുപോയി ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ തീർന്നേക്കട്ടോ. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്? എന്നെ പറ്റിയുള്ള അഭിപ്രായം എനിക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാകും. ബോധമില്ല, വിവരമില്ല, ഒന്നുമില്ല. എനിക്ക് ആരെങ്കിലും ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് സപ്പോർട്ടിന് വേണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പേര് കണ്ടിട്ടുണ്ട്, ബട്ട് പേരാണ് ഒരു ഇത്. അതിപ്പോൾ നമുക്കായാലും അങ്ങനെയാലോ. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒത്തിരി പേരെ അറിയില്ല, എന്നാലും കുറച്ച് ചിലവരുടെ ഒക്കെ മൂവി ഞാൻ വളരെ റെയറായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ചിലവരുടെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഗൈസ് മൂവി ഞാൻ വളരെ റെയറായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ചിലവരുടെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബൂം അടിച്ചാലോ? ബാ.